ADGPക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി PV അൻവർ MLA. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിച്ചത് ADGPയാണ്. വിവാദ റിപ്പോർട്ട് പൂഴ്ത്തിയതിന് പിന്നിൽ P ശശിയും MR അജിത് കുമാറുമെന്ന് PV അൻവർ. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അൻവർ പറയുന്നു. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, PV അൻവർ ഓരോ ദിവസവും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര ശക്തമായി ADGPക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച് PV അൻവർ മുന്നോട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ അദ്ദേഹം ADGPക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആനന്ദ്. ഇന്ന് വീണ്ടും ADGP MR അജിത് കുമാറിനെതിരെ അൻവർ പുതിയ ആരോപണവുമായി എത്തിയിരിക്കുന്നത് ഈ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഈ പോലീസാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്ന് പറയുന്നു. മാത്രമല്ല ഈ അജിത് കുമാർ P ശശിയും കൂടി ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നും പറയുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയെ വിശ്വസിച്ചവരെ അവർ തന്നെ ചതിച്ചു എന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ബോധ്യം വരുന്നതോടെ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ആനന്ദ്, ഈ PV അൻവർ നടത്തുന്ന ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ADGP കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ? ഓരോ ദിവസവും ADGPക്കെതിരെ പുതിയ പുതിയ ആരോപണങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അതിനൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയും ഉണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹം പോലീസ് നടത്തുന്ന അഴിമതി പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ ആ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് പുതിയ നമ്പറുകൾ ഇനിയും നൽകാൻ തയ്യാറാണ്, പരാതികൾ പരിഹരിക്കുന്നത് വരെ തൻ്റെ പോരാട്ടം തുടരും എന്നാണ് PV അൻവർ പറയുന്നത്. ആനന്ദ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ പോലീസിന്റെ അതിക്രമങ്ങളും അല്ലെങ്കിൽ പോലീസിനെതിരെയുള്ള പരാതികളും സ്വീകരിക്കുന്നതിന് വേണ്ടി PV അൻവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരു വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടിരുന്നു. ഈ നമ്പറിലൂടെ ആളുകൾക്ക് ക്രൂരത അനുഭവിച്ചവർക്ക് അറിയിക്കാമെന്നും അത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ താൻ പരാതിയുമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ നമ്പർ ബ്ലോക്ക് ആക്കിയെന്നാണ് അൻവർ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു വാട്സപ്പ് നമ്പർ പബ്ലിഷ് ചെയ്തപ്പോഴേക്കും പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. പോലീസിലെ കുഴപ്പത്തുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച വാട്സപ്പ് നമ്പർ ഏതൊക്കെയോ തൽപര കക്ഷികൾ ചേർന്ന് സ്പാം റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരും എന്നാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGPക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത്. സാമ്പത്തികമായിട്ടുള്ള അട്ടിമറി മാത്രമല്ല രാഷ്ട്രീയ അട്ടിമറികളും ADGP കൊണ്ട് മാത്രമല്ല ചില ഗുരുതരമായ വധശ്രമം അടക്കമുള്ള അല്ലെങ്കിൽ കൊലപാതക ശ്രമം അടക്കമുള്ള ആരോപണങ്ങളും ADGPക്കെതിരെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ADGPയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം ചേരും എന്നാണ് എന്തായാലും സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ADGPക്കെതിരെ വലിയ വിവാദപരമായ പുതിയ വെളിപ്പെടുത്തലാണ് PV അൻവർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പല കേസുകളും അട്ടിമറിച്ച ആളാണ് ഇപ്പോഴത്തെ ADGP. അദ്ദേഹത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വീണ്ടും രംഗത്ത് വരികയാണ് PV അൻവർ. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്.